സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എലിയാസ് ലീവ മൂശ കാലഘട്ടത്തിൻ്റെ 4-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രക്ഷാകരമായ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്യപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും വിശുദ്ധ കുരിശിനാൽ രക്ഷ നേടുകയും ചെയ്യുന്ന ആത്മീയ അനുഭവത്തെ ഒരല്പം കൂടെ ശ്രേഷ്ഠമായ രീതിയിൽ, അല്പം കൂടെ മനോഹരമായ രീതിയിൽ ധ്യാനിക്കുന്ന ഒരു ആത്മീയ കാലഘട്ടമാണല്ലോ ഏലിയാസ് ലീവ മൂശ കാലഘട്ടം. സഭാമാതാവ് 4 വചന ധ്യാനവും 4 വിചിന്തനങ്ങളുമാണ് നമുക്ക് നൽകുക. ആദ്യ ധ്യാനം സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. ഇസ്രായേൽ ജനം തങ്ങളുടെ അടിമത്തത്തിൻ്റെ ദേശമായ ഈജിപ്തിൽ നിന്നും പുറത്തു വരികയും വാഗ്ദാനം ചെയ്യപ്പെട്ട കാനാൻ ദേശത്തേക്കുള്ള യാത്രാമധ്യേ തങ്ങളുടെ ശത്രുക്കളെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥ, തങ്ങളുടെ ശത്രുക്കളെല്ലാം പരാജയപ്പെടുത്തുകയും സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്തതിനു ശേഷം അവർ മോശയോടും യഹോവയോടും പിറുപിറുക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇവിടെ കൊല്ലുവാനായിട്ട് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുക എന്ന്. ദൈവം ഉടനെ തന്നെ ആഗ്നേയ സർപ്പത്തെ അയച്ച് ആ സമൂഹത്തെ ശിക്ഷിക്കുകയാണ്. ആഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേറ്റവർ മരിച്ചു വീഴുമ്പോൾ അവർ മോശയോട് തങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും മാധ്യസ്ഥം വഹിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. മോശ അവർക്ക് വേണ്ടിയിട്ട് യഹോവയുടെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്നു. യഹോവ പിച്ചള സർപ്പത്തെ വാർത്തെടുക്കുവാനും അത് പ്രതിഷ്ഠിക്കുവാനും ഉയർത്തെടുക്കുവാനും അവരോട് ആവശ്യപ്പെടുന്നു. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തുന്നു. പിച്ചള സർപ്പത്തെ നോക്കുന്നവരാരും മരിച്ച് വീഴുന്നില്ല. തങ്ങളുടെ ഇടങ്ങളിൽ നിന്നും പിറുപിറുപ്പിൻ്റെ ആത്മാവിനെ, മർമറിങ് മോട്ടീവിനെ അകറ്റണമെന്നാണ് ആദ്യ ധ്യാനം നമ്മെ പഠിപ്പിക്കുക. നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് മറ്റുള്ളവരെക്കുറിച്ച് തിന്മ നിരൂപിക്കുന്ന, മറ്റുള്ളവരെക്കുറിച്ച് തിന്മ പറയുന്ന, മറ്റുള്ളവരെക്കുറിച്ച് ദോഷം പറയുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറയുവാനായിട്ട്, മറ്റുള്ളവരുടെ നന്മ കാണുവാനായിട്ട്, മറ്റുള്ളവരുടെയൊക്കെ നന്മ കേൾക്കുവാനായിട്ടുള്ളൊരു ആത്മീയ ധ്യാനം ഈ ആദ്യ ചിന്ത നമുക്ക് നൽകുകയാണ്. രണ്ടാമത്തെ ധ്യാനം സക്രിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. എവിടേക്കൊക്കെ ചിതറിക്കപ്പെട്ടവരാണ് നിങ്ങളെങ്കിലും നിങ്ങളെ എല്ലാവരെയും ഞാൻ മടക്കി കൊണ്ടുവരുമെന്നുള്ള ഒരു തിരിച്ചുവരവിൻ്റെ ഒരു സാധ്യതയുണ്ട് എന്നാണ് സക്രിയ പ്രവാചകൻ തൻ്റെ ധ്യാനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. ജീവിതത്തിൻ്റെ ഏതൊക്കെ അവസ്ഥയിൽ തകർക്കപ്പെട്ടവരാണ് നമ്മളെങ്കിലും നമുക്കൊക്കെ ഒരു തിരിച്ചുവരവിനുള്ള മനോഹരമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിലെ ധ്യാനവും അത് തന്നെയാണല്ലോ. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരിക. ആദ്യമുണ്ടായിരുന്ന പ്രാർത്ഥനയുടെ, ആദ്യമുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ, ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ഒക്കെ അംശത്തിലേക്ക് വീണ്ടും തിരിച്ചു വരിക. ജീവിത പങ്കാളിയോട് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിലേക്ക്, മക്കളോട് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിലേക്ക്, ചെയ്യുന്ന ശുശ്രൂഷയോട് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിലേക്കൊക്കെ മടങ്ങി വരുവാനായിട്ട്, മറന്നുപോയ പ്രാർത്ഥനകളെ ഓർത്തെടുക്കുവാനായിട്ട്, അകന്നുപോയ ബന്ധങ്ങളെയൊക്കെ വിളക്കി യോജിപ്പിക്കുവാനായിട്ട് വീണ്ടും ഒരു സാധ്യതയുണ്ട് എന്നാണ് സക്രിയ പ്രവാചകൻ തൻ്റെ മടങ്ങി വരവിന് എന്നുള്ള ഒരു ധ്യാനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമത്തെ ധ്യാനം ഗലാത്യയുടെ പുസ്തകത്തിൽ നിന്ന് 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ നിന്നാണ്. പുതു സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനമെന്ന് പൗലോസ്ലീഹ അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞുകൊണ്ട് പുതിയ മനുഷ്യനാവുക. പുതിയ ആകാശവും പുതിയ ഭൂമിയും എല്ലാം സൃഷ്ടിക്കുമെന്ന് പഴയ നിയമത്തിൽ യഹോവ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാംസളമായിട്ടുള്ളൊരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകുമെന്നും നിങ്ങളുടെ ഹൃദയത്തെ ഒരല്പം കൂടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒന്നാക്കി മാറ്റുമെന്നൊക്കെയുള്ള ഒരു ധ്യാനം. പുതിയ സൃഷ്ടിയാവുക, ആത്മാവിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെട്ട പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ പറയും, ഇതാ ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു, ക്രിസ്തു എന്നിൽ ജനിച്ചിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുക എന്ന്. നമ്മളെ പഴയ മനുഷ്യൻ്റെ അവൻ്റെ ചെയ്തികളോടൊക്കെ നിഷ്കാസനം ചെയ്തുകൊണ്ട് സ്നേഹത്തിൻ്റെ നല്ല മനുഷ്യരാകുവാനായിട്ട്, നല്ല ഹൃദയമുള്ള നല്ല മനുഷ്യരാകുവാനായിട്ട്, മറ്റുള്ളവരോട് അലിവ് തോന്നുന്ന നല്ല മനുഷ്യരായിട്ട് മാറുവാനായിട്ട്, അതുവഴി ഹൃദയത്തിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെട്ട നവസമൂഹം വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നാലാമത്തെ ധ്യാനം സുവിശേഷത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള വചനങ്ങൾ.
കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക. ഏതൊരു ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവനാണെങ്കിലും ആ ജീവിതാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട സഹനത്തിൻ്റെ അനുഭവം, കുരിശിൻ്റെ അനുഭവം, ത്യാഗത്തിൻ്റെ അനുഭവം അത് സ്വാഭാവികമാണ്. സ്വാഭാവികമായിട്ടുള്ള കുരിശിൻ്റെ അനുഭവത്തെ നമ്മൾ അതിൻ്റെ പരിപൂർണതയിൽ, അതിൻ്റെ സമചിത്തതയിൽ സ്വീകരിക്കുകയാണെങ്കിൽ ഒരല്പം കൂടെ ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ അതിനെതിരെ നമ്മൾ വീണ്ടും കുരിശാണ് കുരിശാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കുറച്ചും കൂടെ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമായിട്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ മാറുന്നതായിട്ട് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ജീവിതത്തിലുണ്ടാകുന്ന സഹനത്തിൻ്റെ അനുഭവങ്ങളെ, കുരിശിൻ്റെ അനുഭവങ്ങളെ ഒരല്പം കൂടെ രക്ഷാകരമാക്കി മാറ്റുവാനായിട്ട്, വിശുദ്ധ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവയെ സ്വീകരിക്കുവാനായിട്ട് നമുക്കൊക്കെ ആഗ്രഹിക്കാം. സഹനത്തെ വിശ്വാസപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള, സഹനത്തെ ത്യാഗപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും സഭ വിശുദ്ധരെന്ന് ഉയർത്തുകയും വിശുദ്ധരെന്ന് വാഴ്ത്തുകയും വിശുദ്ധരായിട്ട് വണങ്ങുകയും ഒക്കെ ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജീവിത പങ്കാളിയിൽ നിന്ന്, മക്കളിൽ നിന്ന്, നമ്മളായിരിക്കുന്ന ജോലിയുടെ മേഖലയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന കുരിശിൻ്റെ അനുഭവത്തെ അല്പം കൂടെ സമചിത്തതയോടെ ഏറ്റെടുക്കുവാനായിട്ട്, സമചിത്തതയോടെ മനസ്സിലാക്കുവാനായിട്ട്, സമചിത്തതയോടെയൊക്കെ നോക്കിക്കാണുവാനായിട്ടുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സഹനമില്ലാതെ കിരീടമില്ല. 4 ധ്യാനങ്ങൾ നമ്മളുടെ ഇടങ്ങളിൽ നിന്ന് പിറുപിറുപ്പിൻ്റെ ആത്മാവിനെ ദൂരെ അകറ്റുവാനായിട്ട്, തിരിച്ചു വരുവാനായിട്ട്, ആദ്യ സ്നേഹത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക്, ചൈതന്യത്തിലേക്കൊക്കെ മടങ്ങി വരുവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക്, അതുവഴിയായിട്ട് പുതിയ സൃഷ്ടിയായിട്ട് നമ്മളൊക്കെ മാറുന്നതിലൂടെ രക്ഷാകരമായിട്ടുള്ള കുരിശ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ മുദ്ര ചെയ്യപ്പെടുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതിനായി സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.